എല്ലാ ജനങ്ങളും ജാതിമത ഭേദമന്യേ ദൈവത്തിൻ്റെ ഛായ പതിഞ്ഞവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഛായ വികലമാകുന്ന രീതിയിൽ ചിന്തയും സംസാരവും പെരുമാറ്റവും പ്രവൃത്തിയും ആയിത്തീരുമ്പോൾ ആ ഛായയെ വീണ്ടും നേരെയാക്കാനുള്ള പ്രതിജ്ഞയും പ്രതിബദ്ധവുമാണ് നമുക്ക് വേണ്ടത്. സന്മനസ്സുള്ള സമാധാനം വാഗ്ദാനം ചെയ്യുമ്പോൾ നിശ്ചയമായി നല്ല ഹൃദയത്തെ ഉടമകളാകണം. ശരിക്കും സന്മനസ്സുള്ളവരായിരിക്കുകയും വേണം. സ്വാർത്ഥ വെടിഞ്ഞുകൊണ്ട് മറ്റൊരു അംഗീകരിക്കാൻ, അവരെ സഹായിക്കാൻ, അവർ ദുഃഖത്തിൽ പങ്കുചേരാൻ കഴിയുന്നത്ര അവർ കൈപ്പിടിച്ചുയർത്താനുള്ള ആ താല്പര്യവും പ്രതിജ്ഞയും പ്രതിബദ്ധതയും സമഭാവനയും സമത്വ ചിന്തയും സാഹോദര്യഭാവവും ഒക്കെ നമുക്കുണ്ടാകേണ്ട എത്രയോ ആവശ്യം. യേശു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിശുവാണെങ്കിലും അവിടുന്ന് സർവസമ്പന്നായ ദൈവപുത്രനാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യനെ പോലെ കാണപ്പെടുന്നു. പാപം ഒഴികെ ആ കാര്യത്തിലെല്ലാത്തിലും മനുഷ്യരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാനും അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു പരിഹാരം കാഴ്ചവെക്കുവാനും വേണ്ടത്ര പ്രതീതി നിർദ്ദേശിക്കുവാനും അങ്ങേക്ക് സാധിക്കും. എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയവനാണ് യേശു. തൻ്റെ അവസാന രക്തം പോലും മറ്റൊരാൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവനാണ് അവിടുന്ന്. അല്പം പോലും സ്വാർത്ഥ ചിന്ത അങ്ങനെയുണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് അവിടുന്ന് അറിയപ്പെടുക. നിങ്ങൾ ആർക്ക് എന്നിൽ കുറ്റം ആരോഗ്യം സാധിക്കുമെന്ന് പരസ്യമായി അവിടെ ചോദ്യം ചെയ്യുന്നതും ഒരു തെറ്റും ചെയ്യാത്ത അവിടത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി പുൽക്കൂടുണ്ടാക്കിയിട്ട് യേശുവിനെ ധ്യാനിക്കാറുണ്ട്. ഈ സത്രത്തിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെത്ലഹേമിൽ വന്ന് യൗസപിതാവും പരിശുദ്ധ മറിയവും കുഞ്ഞിനെ പ്രസവിക്കാൻ പരിശുദ്ധ സമയമായി എന്ന് കാണുമ്പോൾ അവസാനം ഒരു ഗുഹയിൽ ഒരു കാലിത്തൊഴുത്തിലാണ് കുഞ്ഞിനെ പ്രസവിക്കുക. ഇരുളിൽ കഴിഞ്ഞവർക്ക് പ്രകാശമായി യേശു വരുന്നു. അങ്ങേ സാന്നിധ്യം രക്ഷയുടെ അനുഭവമാണ് പകർന്നു കൊടുക്കുക. പ്രതീക്ഷയും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രകാശമായിട്ടും പ്രത്യാശയായിട്ടും അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. തങ്ങൾ അടിമത്തത്തിൽ മോചനം നൽകുന്ന ഒരു രാജാവായിട്ട് അവിടുന്ന് വരുമെന്നും അതുകൊണ്ട് അവിടുത്തെ ഇടത്തും വലത്തിരിക്കുന്ന ഭാഗ്യം അധികാരം കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ശിഷ്യരെ നാം കാണുന്നുണ്ട്. പക്ഷെ അവിടുന്ന് മനസ്സിലാക്കി കൊടുത്തു താൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനുള്ള ശുശ്രൂഷിക്കാനാണ് എന്ന്. നിരവധി ആളുകളുടെ മോചനത്തിലാകാൻ വേണ്ടി വന്നിരിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എന്നും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും ഒരു ശിശുവിൻ്റെ പരമാർത്ഥയുള്ള നിഷ്കപടതയുള്ള ഒരു ഹൃദയത്തിൽ ഉടമയാകേണ്ട ആവശ്യകത സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ പിറവിയുടെ ഈ സമയത്തിൽ പുൽക്കൂടുണ്ടാക്കുക, നക്ഷത്രം കെട്ടി തൂക്കുക, പ്രകാശം പരത്തുക, ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, ഇതൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഹ്ലാദപ്രകടനം നല്ലത് തന്നെ. ഒരുപക്ഷേ ആഹ്ലാദം ധൂർത്തായിട്ട് ഭവിക്കുന്ന സാഹചര്യം കാണാറുണ്ട്. ക്രിസ്മസ് പോലെ ആഘോഷം കഴിയുമ്പോഴേക്കും ഏറെ മദ്യം വിറ്റതായ ഒരു സ്ഥിതി ഒരു കണക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ലജ്ജാഹമായൊരു സത്യമായി അതിനെ വീക്ഷിക്കേണ്ടതുണ്ട് താനും. ഗവൺമെൻറ് റവന്യൂ കിട്ടാനുള്ള മാർഗമാണെന്ന് വന്നാൽ പോലും കാശ് കൊടുത്ത് കടിക്കുന്ന നായെ വാങ്ങി കടി കൊള്ളുക, വേദനയും ദുഃഖം അനുഭവിക്കുക എന്നതുപോലെയാണ് വാസ്തവത്തിൽ പൈസ കൊടുത്ത് മദ്യം വാങ്ങി അതിൻ്റേതായ പ്രശ്നങ്ങളിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും വിനയായിത്തീരുന്ന എത്രയോ ആളുകൾ
ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പരസ്പരം ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കലഹത്തിന് കൂട്ടുനിൽക്കുന്നവരും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി യത്നിക്കുന്നവരും കണ്ടെന്നു വന്നേക്കാം. സത്യത്തിൽ അധികാരമെല്ലാം ശുശ്രൂഷ ഉപാധിയായിരിക്കെ അധികാരം കൈയാളുന്നവർ പോലും അധികാരം ഉപേക്ഷിക്കാതിരിക്കാനും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും വിരോധമില്ല, തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടും പലപ്പോഴും പലതും കാഴ്ചവെക്കുന്നു. സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത്, നീതി പുലരാൻ അനുവദിക്കാത്തത്, ഹിംസയ്ക്ക് കൂട്ടുനിൽക്കുന്നത്, അങ്ങനെ പലതും ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. അന്ധകാരത്തെ പഴിക്കുന്നതിലൂടെ എത്രയോ നന്ന് അല്പമെങ്കിലും പ്രകാശം കൊള്ളാൻ സാധിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന് നേരെയാക്കാൻ ആഗ്രഹിച്ചാൽ സാധ്യമല്ല. നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിന് നേരെയാക്കാൻ സാധിച്ചു വരികയില്ല, ഒരു സംസ്ഥാനത്തെയോ പ്രദേശവും നേരെയാക്കാൻ കഴിഞ്ഞു വരികയില്ല. പക്ഷെ നാം ആയിരിക്കുന്നിടത്ത് അത്രയും വെളിച്ചം കൊള്ളാൻ സാധിച്ചാൽ അത്രയും ഇരുള് അന്ധകാരത്തെ ആവശ്യം നിങ്ങൾക്ക് കിട്ടുമല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നന്മ നിറഞ്ഞവരാകാം. ഈ നന്മ പ്രസരിപ്പിക്കാൻ ഇടവരുകയും ചെയ്യട്ടെ. അതിലൂടെ നമ്മിലും ചുറ്റുപാടും പ്രകാശം പരക്കുമ്പോൾ, പ്രത്യാശ ഉയരുമ്പോൾ അതിൽ കടന്നുവരുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയായിരിക്കും. സന്മനസ്സുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ സമാധാനം അറിയിക്കുന്ന വ്യക്തിയിലാകുവാൻ നമുക്കവന് സാധിക്കട്ടെ. സമാധാനം അവർ ആഗ്രഹിച്ചുകൊണ്ടായില്ല, സമാധാനം പുലർന്നു കാണുവാനുള്ള പരിയത്നവും സമാധാനം സ്ഥാപിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടുമെന്ന് യേശു തൻ്റെ ഗിരിപ്രവർത്തനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന പ്രാർത്ഥന, സമാധാനം സ്ഥാപിക്കുന്ന പരിശ്രമം, അതിൽ വിജയം വരുന്ന അനുഭവം, മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്ന ബോധ്യം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ജീവിതശൈലി അന്വർത്ഥമാകാൻ ഇടവരട്ടെ. ഈ ക്രിസ്മസ് യേശുവിൻ്റെ സാന്നിധ്യം നാം ഓർമ്മപ്പെടുത്തുന്നു. യേശു അപദാർത്ഥം രക്ഷകൻ എന്നാണ്. രക്ഷയുടെ അനുഗ്രഹവും അവസ്ഥവിശേഷവും നമുക്ക് ഓരോരുത്തർക്കും നാം വന്നിരുന്ന എല്ലാ തരങ്ങളിലും ഉണ്ടാകാൻ ഇടവരട്ടെ. ഓരോരുത്തരും സ്വയം പരിശോധിച്ചുകൊണ്ട് തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകട്ടെ. സ്വാർത്ഥ വെടിഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ആ ദുഃഖത്തിന് അന്ത്യം കുറിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. ഒരേ ആത്മാവോടും ഒരേ ഹൃദയം വർത്തിക്കുന്ന അനുഭവത്തിലൂടെ കൂടുതൽ സന്തോഷവും സമാധാനമൊക്കെ പുലരുന്ന ഒരവസ്ഥവിശേഷം സംജാതമാകാൻ ഈ ക്രിസ്മസ് സഹായമാകട്ടെ. തുറന്നു വരുന്ന പുതുവർഷം തിന്മയിൽ നിന്നും മാറി നന്മ ആഹ്വാനം നമുക്ക് നൽകുന്നു എന്ന് നാം ചിന്തിക്കണം. സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടികളാകാൻ അതിലൂടെ കഴിയുകയും ചെയ്യട്ടെ. ക്ഷേമവും സമാധാനവും അനുഗ്രഹവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. രക്ഷകനായിട്ട് വരുന്ന ആ യേശു നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനം അത്തരത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ തിന്മയുടെ എല്ലാ വശങ്ങളിൽ നിന്നും മോചനം കിട്ടി കൂടുതൽ സന്തോഷവും സന്തുഷ്ടിയും സമാധാന അനുഗ്രഹമുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത് എന്നുറപ്പുവരുത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷം, ഏവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ.